ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണിത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ നൽകിയ വാഗ്ദാനമനുസരിച്ച് നമുക്ക് 3 മണി സമയത്ത് കൃപയുടെ സമയമെന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയുടെ സമയമിതാ, കരുണതൻ സമയമിതാ, കർത്താവിൻ കൃപയൊഴുകും നിമിഷമിതാ, തിരുരക്തത്താലെ അഭിഷേകമേകിടും കർത്താവിൻ കരുണതൻ സമയമിതാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരാ. പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. വരിക വരിക പ്രിയജനമേ, അണിയണിയായി കൃപ നുകരാൻ കർത്താവിൻ സ്നേഹത്തിൻ വാഹകരായി. ക്രിസ്താ ക്രിസ്താ ക്രിസ്താ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ
അടിയനിതാ അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മോടൊപ്പം പ്രാർത്ഥനയിൽ ചേരുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. ദൈവം നമുക്കിത്രമാത്രം സമീപസ്ഥനായിരിക്കുന്നതിനെ ഓർത്തും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ മണിക്കൂറാണ്, കരുണയുടെ മണിക്കൂറാണ്. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള നിരവധി ആളുകൾ, കർത്താവിൻ്റെ കാരുണ്യം വളരെ ആവശ്യമായിട്ടുള്ള നിരവധി വ്യക്തികൾ, നമുക്കവരെല്ലാം ഓർക്കാം. ഈ മണിക്കൂറിൻ്റെ അനുഗ്രഹം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും മാത്രമല്ല, ലോകം മുഴുവനിലേക്കും വന്നു നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഉസ്സസ്ഥാനങ്ങളിരുന്ന് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കാം. ഈ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമാണ്, ലോകത്തിന് ഇന്ന് മറ്റെന്തിനേക്കാൾ ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ ചിലപ്പോൾ ഇത് മറന്നിട്ട് മറ്റ് പലതിൻ്റെയും പുറകെ പോയേക്കാം, പലതും നമ്മൾ നേടിയെടുത്തേക്കാം. എന്നിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു ഐശ്വര്യമോ സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഈ വിശുദ്ധൻ പറഞ്ഞതാണ്, ലോകത്തിന് മറ്റെന്തിനേക്കാൾ ഉപരി ആവശ്യമായിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ കരുണയാണ്. ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുക്കാൻ പറ്റും. ദൈവം കാരുണ്യവാനാണെന്ന് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പിതാവായ ദൈവം കാരുണ്യവാനാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യമാണ് അവിടുന്ന് കാരുണ്യവാനാണെന്ന്. നമ്മളത് പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. ദൈവം കാരുണ്യവാനാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. യോനായുടെ പുസ്തകം 2 അധ്യായം വായിച്ചാൽ 4 അധ്യായത്തിൻ്റെ 2 വചനമാണ്. അവിടെ നമ്മൾ കാണുന്നത് യോനാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവം ദയാലുവും കാരുണ്യവാനുമായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മളാരും സംശയിക്കേണ്ടതില്ല. ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ആ വഴി അറിഞ്ഞാൽ നമുക്ക് ആ വഴിയിലേക്ക് വന്ന് നിൽക്കാൻ പറ്റും. അവിടെ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാലോ, നമ്മളൊരു വീട്ടിലേക്ക് പോകാനുള്ള വഴി നമുക്കറിയാമെങ്കിൽ ആ വീട്ടിലെത്താനായിട്ട് എളുപ്പമുണ്ട്, വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ആ വഴിയെ നമ്മൾ നടന്ന് അടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അറിയാമെങ്കിൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ആ കാരുണ്യം അത് നമുക്ക് പ്രാപിക്കാൻ എളുപ്പമായിരിക്കും. ഏതാനും വചനഭാഗങ്ങളിലൂടെ നമ്മളിന്ന് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്ന ചില വഴികൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വഴി കുമ്പസാരം എന്ന കൂദാശയാണ്. കുമ്പസാരം എന്ന കൂദാശ നമുക്കറിയാം, ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായ വ്യക്തികളും അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവരുടെ ജീവിതം വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചു. അതിന് നല്ല ഒരു ഉദാഹരണമാണ് മഗ്ദലന മറിയം.
ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 2-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്നും പുറത്താക്കിയതാണ്. പക്ഷെ നമ്മൾ കാണുകയാണ് അവൾക്ക് വിശുദ്ധിയാകാൻ പറ്റി. അവൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അവൾ വിശ്വാസം അർപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് വിശുദ്ധിയായി മാറാനായിട്ട് സാധിച്ചു. പറയുണ്ട്, അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ഏത് വ്യക്തിക്കും ഏത് പാപിക്കും ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് പത്രോസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അവന് വലിയൊരു പാപമാണ് ചെയ്തത്, തൻ്റെ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞു. പക്ഷെ അവൾ കാണുകയാണ് മനം നൊന്ത് കരയുന്ന പത്രോസിനെ. അവൻ അനുദപിച്ച് മനം നൊന്ത് കരഞ്ഞു. അവനെ തന്നെ അപ്പസ്തോലന്മാരുടെ ആ ഒരു തലവനായിട്ട് കർത്താവ് നിയോഗിച്ച് മുന്നേറുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, ഏത് പാപിയെയും കർത്താവ് വീണ്ടെടുക്കുന്ന ഒരു കൂദാശയായിട്ട് കുമ്പസാരം എന്ന കൂദാശയെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവർ ക്ഷമിക്കപ്പെട്ടിരിക്കും, ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സമാന്തര സുവിശേഷങ്ങളിലും ഈ സന്ദേശം വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശമാണ്. എന്തിനെക്കുറിച്ചാണ് നമുക്കറിയാം, കുമ്പസാരം എന്ന കൂദാശ. നമുക്കറിയാം ഈ കൂദാശ, കുമ്പസാരം എന്ന കൂദാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയുടെ തൂമ്പ് തുറക്കുന്ന കൂദാശ. നമുക്കറിയാമല്ലോ, ചില തൂമ്പ് തുറക്കുമ്പോൾ വെള്ളം ചാടി വരുന്നത് പോലെ ഈ കൂദാശയിലൂടെ അതിശക്തമായിട്ട് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ പ്രഹളിക്കും, ഒഴുകി വരും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കർത്താവ് നമ്മെ അനുതാപത്തിലേക്ക് വിളിക്കുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെയാണ് ബൈബിളിൽ. ജെറമിയായുടെ പുസ്തകം വായിച്ചാൽ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം, നീ എൻ്റെ പക്കലേക്കൊന്ന് തിരിച്ചു വരിക, തിരിച്ചു വരുന്നെങ്കിൽ ഞാൻ നിന്നോട് നിത്യമായി കോപിക്കില്ല. അപ്പം അതുകൊണ്ട് പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണെങ്കിലും ദൈവം വിളിക്കുന്നു ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ. കുമ്പസാരം എന്ന കൂദാശ ഈ തിരിച്ചു വരവിനെ നമ്മെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വരുന്നവർക്ക് സൗഖ്യം പ്രാപിക്കാനും അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുമുള്ള ഒരു കൂദാശയായിട്ടാണ് കുമ്പസാരത്തെ നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം, സഭയിൽ ഈ കൂദാശ വെച്ചിരിക്കുന്നത് കുമ്പസാരിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. അതിന് 10 പൈസയുടെ ഫീസ് പോലും ഇല്ല എന്ന് നമുക്കറിയാം. ഇനി ഒരുപാട് അനുഗ്രഹം വർഷിക്കുന്നൊരു കൂദാശയാണ് കുമ്പസാരം. അതിന് നാം എന്ത് ചെയ്യണം? നമുക്ക് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്താൻ പറ്റണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം, ഒരുങ്ങി ആ കുമ്പസാരത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് ഈ കാലയളവ് നമ്മൾ യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നു. അതിന് നല്ലൊരു കുമ്പസാരം നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. നല്ല കുമ്പസാരം നടത്തിയ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം സമൂലം മാറി. ഒരുപക്ഷെ അവരുടെ രോഗങ്ങൾക്ക് പോലും മാറ്റം വന്നു, ജീവിത പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നു, സാമ്പത്തിക മേഖലയിൽ മാറ്റം വന്നു, മനസ്സിൻ്റെ തലത്തിൽ ഒരുപാട് മാറ്റം. അങ്ങനെ പലവിധ മാറ്റങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ വ്യക്തികളുണ്ട് ഒരു കുമ്പസാരം എന്ന കൂദാശയിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂദാശ ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്ന കൂദാശ, ഇതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായിട്ട് ഏറ്റെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ കുമ്പസാരത്തിന് പോകുകയില്ലാത്ത വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കാം. നമ്മൾ നല്ല കുമ്പസാരം നടത്തി നമ്മൾ കർത്താവിലേക്ക് അടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വഴി തുറക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പാപമറിയാത്തവൻ അവനെ തന്നെ വിശുദ്ധീകരിക്കുന്നതാണ് നമ്മൾ കാണുക. പറയുന്നുണ്ട്, നമ്മുടെ പാപജീവിതം ഉപേക്ഷിക്കുകയും നമ്മളെ വിശുദ്ധീകരണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വസിക്കുന്നവരിലും നമ്മുടെ കുടുംബാംഗങ്ങളിലുമൊക്കെ അതിൻ്റേതായിട്ടുള്ള നന്മകൾ വരും, മാറ്റങ്ങൾ വരും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ദൈവകരുണ നമ്മുടെ മേൽ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നത്. ഇതിനൊരു തെളിവാണ് മർക്കോസ് 9:23 വചനം വായിച്ചാൽ നമ്മൾ കാണുക. വചനം കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് അവിടുത്തെ കരുണ ലഭിക്കും, അവരെ ഈ കരുണ അനുഗമിക്കും. മാത്രമല്ല മർക്കോസ് 9:23 നമ്മൾ വായിക്കുന്നത്,
വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. പറയുണ്ട്, കരുണ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം സാധിക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബൈബിളിൽ വിശ്വാസത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വചനങ്ങളിലൂടെ വിശ്വസിച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരും. വിശ്വസിക്കുന്നതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. യാക്കോബ് ശ്ലീഹ 5:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ കൂട്ടുകാരുടെ സാമർഥ്യം കൊണ്ടോ ഒന്നും നടക്കാതെ പോയ കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ഏറ്റെടുത്ത് നടത്തി തരുന്ന അനുഭവം ഉണ്ടാവും. എത്രയോ പേര് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവർ വേണേൽ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചു, വചനം കേട്ടു, പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായി അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുകൊണ്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പറയുന്നുണ്ട്, ഇന്നലകളിൽ നമ്മുടെ കഴിവുകൊണ്ട് നടക്കാതെ പോയ കാര്യങ്ങൾ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വളരെ നല്ല ഒരു കാര്യമായിട്ട് വചനം എടുത്തു പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കഴിവുകൊണ്ട് നടക്കാത്തത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണാൻ പറ്റും. കാരണം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പലതും സാധ്യമാകും. ഈ പ്രാർത്ഥനയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്നാണ് വിശുദ്ധർ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക. സങ്കീർത്തനം 50:15 വചനമെടുത്താൽ സങ്കീർത്തനം 50:15 പറഞ്ഞിരിക്കുന്നത്, നിന്റെ കഷ്ടതയിൽ നീ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവം നിൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഉപകരിക്കും. ലൂക്കായുടെ സുവിശേഷം 18:7 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, രാവും പകലും കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുന്നവരുടെ നിലവിളി കർത്താവ് കേൾക്കാതെ പോകുമോ? അപ്പം അതുകൊണ്ട് നമ്മുടെ മേലാണേലും മറ്റുള്ളവരുടെ മേലാണേലും കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കണം. നാലാമത്തെ ഒരു കാര്യം, നമ്മൾ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് അനുതാപമായിട്ട് വരാം, ജീവിത സമൃദ്ധിയായിട്ട് വരാം. നെഹേമിയ 8-ാം അധ്യായം അതിന് ഒരു തെളിവാണ്. നെഹേമിയ 8 ആദ്യത്തെ 9 വചനങ്ങൾ വായിച്ചാൽ മതി. 1 മുതൽ 8 വരെ നമ്മൾ കാണുന്നു, അവരെല്ലാവരും ശ്രദ്ധാപൂർവം വചനം കേട്ടുകൊണ്ടിരുന്നു. 9-ാമത്തെ വചനം പറയാണ്, വചനം കേട്ട ജനം കരഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് അനുതാപം ഉണ്ടായി. അതിനവർ ചെയ്തത് ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് തുടർന്ന് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അതവരെ ജീവിത സമൃദ്ധിയിലേക്ക് നയിച്ചതായിട്ട് ദൈവവചനം സൂചിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന, കരുണ ലഭിക്കാവുന്ന ഒരു മാർഗമാണ് പാപത്തിന് പരിഹാരം ചെയ്യുക. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത്, മോശ ദൈവജനത്തിൻ്റെ പാപത്തിന് പോലും പരിഹാരം ചെയ്തു. തൻ്റെ മാത്രം പാപമല്ല, തൻ്റെ പാപത്തിന് എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു. മോശ അവിടെ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. വിഗ്രഹാരാധന നടത്തിയത് മറ്റ് ആളുകളായിരുന്നു. പക്ഷെ മോശ പറയാണ്, ഞാൻ പോയി നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം, അങ്ങനെ ദൈവം നമ്മളോട് കരുണ കാണിച്ചേക്കാം. അപ്പം അതുകൊണ്ട് ഈ മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു കുറവും വരത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിനി കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ഒക്കെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കേണ്ടവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകങ്ങളുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളും കർത്താവ് നടത്തി തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാരകമായ രോഗം ബാധിച്ച് വിഷമിക്കുന്നവരെ സമർപ്പിക്കാം. മരണത്തോട് മല്ലടിക്കുന്നവർ, മരണാസന്നരായി കിടക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണ അവരെല്ലാവരുടെ മേലും വന്ന് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എൻ്റെ വെളിച്ചം, ജീവ
ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ. അമ്മേ കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം ജീവന്റെ തെളിച്ചം നീയൻ അഭയമല്ലേ. അമ്മേ നീയൻ അഭയമല്ലേ.